ബാലു, രജൌരിയിൽ തുടർച്ചയായ ഷെല്ലിങ്ങുകളാണ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ രാത്രി തൊട്ട് തന്നെ അതിഭീകരമായ സ്ഫോടന ശബ്ദങ്ങളും മറ്റുമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബാലു രാവിലെ തന്നെ പറഞ്ഞിരുന്നു, എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ കഴിയാത്തൊരു സാഹചര്യമാണ് അവിടെയുള്ളത്. സ്ഫോടനത്തിന്റെ അതിഭീകരമായ ശബ്ദമാണ്, വിറപ്പിക്കുന്ന ശബ്ദമാണ് കേൾക്കുന്നത്. അതേപോലെ പുക ഉയരുന്നുണ്ട്. ഇപ്പോൾ അവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? നഗരപ്രദേശങ്ങളൊക്കെ എങ്ങനെയാണ്? എന്താണ് അവിടെ ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം ബാലു? ജയലക്ഷ്മി, നിലവിൽ ഈ ഷെല്ലിങ്ങിന്റെ ശബ്ദമൊന്നും നമുക്ക് കേൾക്കാൻ വേണ്ടി കഴിയുന്നില്ല. ഏതാണ്ട് കഴിഞ്ഞ അരമണിക്കൂറായി ഇവിടെ ശാന്തത ഉണ്ട് എന്ന് വേണം പറയേണ്ടത്. ഞാനിപ്പോൾ നിൽക്കുന്ന രജോരിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ പട്ടണത്തിലാണ്. ആ പട്ടണം ഏതാണ്ട് വിജനമാണ്. ഈ ആൾക്കാരൊക്കെ അവരവരുടെ വീടുകളിലും താമസ സ്ഥലത്തുമൊക്കെ മാത്രമാണ് തുടരുന്നത്. നമുക്ക് ഈ കാണാം, ഈ ഏതാണ്ട് വിജനം എന്ന് തന്നെ പറയാം. വളരെ നാമമാത്രമായ ആൾക്കാർ മാത്രമാണ് ഇപ്പോൾ ഈ പുറത്തേക്കും മറ്റും ഇറങ്ങുന്നത്. ഈ പ്രദേശത്ത് ആണ്, അതായത് ഇതിന് സമീപത്താണ് ഇന്നലെ വ്യാപകമായ തോതിൽ ഈ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിഭീകരമായ ഷെല്ലിങ് ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി ഒക്കെ ഉണ്ടായിരിക്കുന്നത്. കടകമ്പോളങ്ങളൊക്കെ പൂർണ്ണമായും അടഞ്ഞു കിടക്കുകയാണ്. രാവിലെ പോലീസ് എല്ലാ സ്ഥലങ്ങളിലും എത്തി ആൾക്കാരോട് സുരക്ഷിതമായി അവരെവിടെയാണോ ഉള്ളത് അവിടെ തന്നെ കഴിയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ കഴിഞ്ഞ അരമണിക്കൂറായി ഈ ഏതാണ്ട് ശാന്തത, അതായത് ഷെല്ലിങ്ങൊന്നും ഇല്ലാത്തതിനാലാണ് അല്പസ്വല്പം പേരൊക്കെ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പക്ഷേ അക്ഷരാർത്ഥത്തിൽ നഗരം വിജനമാണ് എന്ന് തന്നെ പറയാം. ഈ പലരും ഇവിടെ നിന്ന് കിട്ടുന്ന വാഹനങ്ങളിൽ സുരക്ഷിത സ്ഥാനത്തേക്ക് പോകുന്ന കാഴ്ചയെ നമുക്ക് കാണാം. ഇപ്പോൾ ഒരു വാഹനം ഈ ആൾക്കാരെയൊക്കെ കൊണ്ട് ഈ രജൌരി പട്ടണത്തിൽ നിന്ന് ഈ അവർ അതിനകത്ത് സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ട് അവർ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. ഏതായാലും അവരോട് സംസാരിച്ചു നോക്കാം. കിധർ ജാ രഹേ? കിധർ? ജമ്മു. अच्छा, लोग को भाग रहे हैं यहाँ से, भाग रहे. एक सेकंड, അദ്ദേഹത്തിനോട് നമുക്ക് വീണ്ടും ചോദിച്ചു നോക്കാം. भैया, लोग इधर से भाग रहे हैं? हाँ, भाग रहे हैं, डर के मारे. डर से? हाँ. कल रात में बहुत फायरिंग हो गया. അദ്ദേഹം പറഞ്ഞത് ഈ ഭയത്താൽ ആൾക്കാർ ഇവിടെ നിന്ന് ഈ കൂട്ടത്തോടുകൂടി പലായനം ചെയ്യണം. അങ്ങനെ ഒരു വാഹനമാണ് നമ്മളിപ്പോൾ കണ്ടത്. വാഹനത്തിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട്, കുടുംബാംഗങ്ങളൊക്കെ ഉണ്ട്. അത്ര ഭീകരമായ ഒരു ഫയറിംഗ് ആണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ രാവിലെ കിട്ടുന്ന വാഹനത്തിൽ ഈ ആൾക്കാർ ഈ പട്ടണത്തിൽ നിന്ന് പോകുന്ന അതിഭീകരമായ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്നത്. ഒരു അക്ഷരാർത്ഥത്തിൽ ഒരു പലായനം ഈ രജൌരിയിൽ ഉണ്ടാകുന്നതാണ്. ഇന്നലെ ഈ പൂഞ്ചിലായിരുന്നു നമ്മൾ ഇതുപോലത്തെ ദൃശ്യങ്ങളൊക്കെ കണ്ടിരുന്നത്. പക്ഷേ അതിന് സമാനമായ കാഴ്ചകൾ നമുക്ക് ഇപ്പോൾ രജൌരിയിലും കാണാം. അങ്ങ് അകലെ നമ്മൾ സൂം ചെയ്യുകയാണെങ്കിൽ മറ്റൊരു കുടുംബം മറ്റൊരു വാഹനത്തിൽ ഈ കുടുംബാംഗങ്ങളുമൊക്കെ ആയി കുട്ടികളുമൊക്കെ ആയിട്ട് ആൾക്കാരിങ്ങനെ പോകുന്ന കാഴ്ചകൾ കാണാം. രജൌരിയിലെ ബസ് സ്റ്റാൻഡിന്റെ ഒരു അവസ്ഥ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ബസ്സുകളോ മറ്റോ ഒന്നും ഇല്ല. ആൾക്കാർ വിജനമാണ്. അതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങളിലൊക്കെയാണ് ആൾക്കാർ ഇപ്പോൾ ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ഈ നഗരത്തിൽ നിന്ന് പോകുന്നത്. കാരണം ഇനിയും ഇവിടെ അക്രമത്തിനുള്ള അല്ലെങ്കിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുള്ള പ്രകോപനത്തിന് സാധ്യതയുണ്ട് എന്ന ആശങ്ക ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതുകൊണ്ടാകാം ഒരുപക്ഷെ ഈ ഇതുപോലെ നമ്മൾ കാണുന്നത് പോലെ തന്നെ പലരും കുടുംബാംഗങ്ങളുമൊക്കെ ആയി തങ്ങളുടെ ഉള്ള സമ്പാദ്യമൊക്കെ വെച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ നഗരത്തിൽ നിന്ന് പോകുന്നത് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. കാരണം ഞാൻ ഈ നഗരത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പറയാം, ഇന്നലെ രാത്രി 12-നും ഇന്ന് പുലർച്ചെ ഇന്ന് രാവിലെ ഒരു 8 മണിക്കും ഇടയിൽ അത്രത്തോളം ഭീകരമായ ഷെല്ലിങ്ങും ബോംബിങ്ങും ഒക്കെ ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സ്ഫോടന ശബ്ദം നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ആരെയും ഭയപ്പെടുത്തുന്ന ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ അതിർത്തി പ്രദേശങ്ങളിൽ, അതായത് ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഗ്രൗണ്ട് സീറോയിൽ നിന്നാണ് മാതൃഭൂമി ന്യൂസിനു വേണ്ടി ബാലഗോപാലും ജഗദീഷ് വിഷ്ണുവും ആ വിവരങ്ങളും ദൃശ്യങ്ങളും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രജൌരിയിലാണ് ബാലു ഉള്ളത്, ജഗദീഷ് വിഷ്ണു ഉള്ളത്. ആ പ്രദേശം പൂർണ്ണമായും വിജനമാണ്. ആളുകൾ സുരക്ഷിത താവളങ്ങളിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സംഘർഷത്തിന് ഇതുകൊണ്ടാണ്
ഒരിക്കലും ഒരു യുദ്ധം പാടില്ല. ആവർത്തിച്ച് ഇന്ത്യ പറയുന്നുണ്ടായിരുന്നു. സാധാരണക്കാരായ മനുഷ്യരാണ് എന്നും ഇതിന്റെ ഇരകളായി മാറുന്നത്. വീടുകൾ, അവരുടെ ജീവനോപാധിക്കുമൊക്കെയാണ് വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുക. കുറേ കാലമായി ഇന്ത്യ ഇതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം പോലും നിർത്തണം, പാകിസ്ഥാന്റെ പ്രകോപനം നിർത്തണമെന്ന് ആവർത്തിച്ച് ഇന്ത്യ പറയുന്നുണ്ടായിരുന്നു. സാധാരണക്കാരായ ജനങ്ങളാണ് എന്നും ഇതിന്റെ ഇരകളാവുക.